ഇനിയും തോനെ വീടുകൾ കയറാനുണ്ട്. നടന്ന് നടന്ന് ചത്ത് നടന്ന് തളന്നല്ല. ഇവിടെ ഈ ഭാഗത്തല്ലേ നേതാവേ ഭാസ്കര പിള്ളയുടെ വീട്. അത് ഇവിടെ ആണെന്ന് തോന്നുന്നല്ലോ. ഭാസ്കര പിള്ള തടുത്തരകത്ത് വീട്, അത് ആ വീടാണ്. അവിടെ 5 ഓട്ടമുണ്ട് നേതാവ്. ഞാൻ പിടിക്കേണ്ടായിട്ട് വരും കേട്ടോ. 5 ഓട്ടമുണ്ട്. അത് ആണെന്ന് ഉറപ്പ് തന്നെ. അതാണ് വീട്. മറ്റേത് ബാക്കി താഴോട്ടുള്ള എല്ലാം കഴിഞ്ഞല്ലോ. ഇനി ഇതും അപ്പുറത്തോട്ടല്ലേ ഉള്ളൂ. എന്തായാലും വരെ, നമുക്ക് അത് കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്ത് പോവാം. ബെല്ലടിക്കും. പറഞ്ഞോളൂ. അമ്മാവാ, ഞാൻ പാലാവാടിന്റെ സ്ഥാനാർത്ഥി. അമ്മ എന്നെ മനസ്സിലായില്ലേ? ഞാനേ ആ പുത്തമ്പരക്കല് ജോണിയില്ലേ, ജോണിക്കുട്ടിയുടെ മോളെ ലില്ലിക്കുട്ടി. അമ്മാവാ, നമ്മളെ പഞ്ചായത്ത് ഭരിക്കാൻ പോകുന്ന നേതാവാ. അതെ അതെ. ജോണിയുടെ മോളല്ലേ? ഞാൻ 15 വർഷമായിട്ട് ഇവിടെ താമസിക്കുക. മോക്കെന്നെ അറിയാമായിരുന്നോ? ഇത്രയും നാളോ അമ്മാവിന്റെ പേര് വോട്ടർ ലിസ്റ്റ് ഇല്ലായിരുന്നു. ഇപ്പോഴല്ലേ അമ്മാവിന്റെ പേര് വോട്ടർ ലിസ്റ്റ് വന്നത്. അമ്മാവാ, ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി, പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ ലില്ലിക്കുട്ടിയെ വോട്ട് നൽകി വിജയിപ്പിക്കണം. അമ്മാവ്, ഇവിടെ 5 വോട്ടില്ലേ? എല്ലാ 5 വോട്ട് മതി നമ്മുടെ ലില്ലിക്കുട്ടി ജയിക്കാൻ. ലില്ലിക്കുട്ടിക്ക് എന്റെ പൊന്ന് തമ്പുരാനെ, ഇനി എന്തെല്ലാം കാണാം. ഒരു നെത്തോലി പോലും നേരാവണ്ണം ചുട്ടതിന്റെ ആംബിയർ ഇല്ലാത്തതാണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. കാത്തോണേ, ഞാൻ ഈ ഇലക്ഷന് ജയിക്കട്ടെ അമ്മാവ. എന്റെ ശരീരം ഞാൻ പുഷ്ടിപ്പെടുത്തും. അതിന് അമ്മാവനും കൂടെ ഒന്ന് സഹായിക്കണം തന്നെ. ലില്ലിക്കുട്ടി ഏത് ചിഹ്നത്തിലാ മത്സരിക്കുന്ന കുട്ടിയെ? നമ്മുടെ ചിഹ്നം കാണിച്ചു കൊടുക്കും. ഇതാണ് നമ്മുടെ ചിഹ്നം, വെട്ടുകത്തി. അമ്മാവന് കൊല്ലാനൊന്നും വന്നു എത്തമ്മാവ. നിങ്ങളുടെ ചിഹ്നം കാണിച്ചത് അമ്മാവ. ഓ, പേടിക്കണ്ട അമ്മ, പേടിക്കണ്ട. ഓ, പേടിച്ച് വിറച്ച്. നമ്മുടെ ചിഹ്നം കാണിച്ചല്ലേ കൊടുവാള്. കൊല്ലാമെന്നാണോ? അമ്മ അവനെ കൊല്ലും എന്തു അമ്മാവായി പറയുന്നത്? നമ്മുടെ നാട് നന്നാക്കട്ടെ നമുക്ക്. അമ്മാവാ, ഇവിടുത്തെ ആന്റി മക്കളൊക്കെ അവിടെ പോയി. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇവിടെ അവള് മൂത്ത മോളെ വീട്ടിൽ പോയിക്കുക. ഇലക്ഷൻ വരും അമ്മാവാ. അവള് നാളെ മറ്റന്നാളഞ്ഞ് വരുവോ? ഈ വീടല്ലേ എന്ത് കിടക്കുന്നത്? ഒരു പെണ്ണുങ്ങളില്ലാത്തതിന്റെ കുറവാണോ? മൊത്തം മുടിഞ്ഞ് വാരി കിടക്കുവാ. ഞാൻ ഒറ്റയ്ക്ക് എന്തോ ചെയ്യാനാ കുട്ടി? തൂത്ത് വാരിയിട്ട് തന്നെ 3-4 ദിവസമായി. ഇത് അവരും വരാൻ പറ അമ്മാവാ. വീടൊക്കെ ഇങ്ങനെയാണ് ഇട്ടേക്കേണ്ടത്. ഒന്നാമത് ഇലക്ഷൻ സമയവും കൂടെ. നേതാവേ, വാ, നമുക്ക് അമ്മാവിന്റെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാം. അയ്യോ, എന്തുവായി വീട് കിടക്കുന്നത്? എന്തൊരു വൃത്തിയില്ലാതെ ആരംകോലപ്പെട്ട് കിടക്കുന്ന ഈ വീട്. എന്റെ ദൈവമേ, ഇത് എന്തുവായത്? വൃത്തിയാക്കടി, വൃത്തിയാക്ക്. ജയിച്ച് പോയി കഴിഞ്ഞാലേ നിന്നെയൊക്കെ മഷിയിട്ട് നോക്കിയാൽ കിട്ടത്തില്ല. വൃത്തിയാക്ക്. പിന്നെ ആ ബക്കറ്റ് ഇച്ചിരി തുണി ഇരിപ്പുണ്ട്, അതുകൂടെ ഒന്ന് ഇറക്കിയിട്ടേക്കണേ. ഓ മാവാ, ഇപ്പൊ ഇവളൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യും. ഈ എന്റെ തുണിയും കഴിവണം. ചൂലുണ്ട്. ഇനി അയാളുടെ മുഷിഞ്ഞ തുണിയും കൂടെ ആരേക്ക് 5 വോട്ടില്ലേട്ടോ, അത് കിട്ടുന്നില്ലേ എന്നും പറഞ്ഞു. ഇനി ആ പറമ്പും കൂടി കളയാൻ എന്റെ പറയും. നീ ഇപ്പൊ അങ്ങോട്ട് ചെയ്താണ് ഓരോരോ. അതൊക്കെ അങ്ങ് പറക്കി മാറ്റി. കഴിഞ്ഞ ആഴ്ച കണ്ട കഴിച്ചതാണ് കേട്ടോ. എല്ലാത്തിലും എച്ചിലും വേസ്റ്റും ഒക്കെ പാറ്റേന്ന് കടിച്ചു വാരി. യാത് നേരത്താണോ ഇവിടെ ഒന്ന് കയറാൻ കളവന്റെ ഒരു ഗ്യാസ് കുറ്റി ഇങ്ങോട്ട് നോക്കിയേ. അവിടെയൊക്കെ കഴിഞ്ഞോ? ആ, ഏകദേശം കഴിഞ്ഞു.
നാശങ്ങൾ. ഏതാ ഇച്ചിരി വെള്ളം കൂടെ കൊണ്ടുപോവാ. നേതാവേ ഇന്ത്യക്കകത്ത് പോലും ഉണ്ടാകുന്നുണ്ട് കമ്പനി. ജയിച്ചു വിട്ടിട്ട് പതുക്കെ തൊട്ട് തലോടിയൊക്കെ കഴിയുകയും വെച്ചു. ദൈവമേ, കൊച്ചുപിള്ളരെ കുളിപ്പിക്കാനായിട്ടാ. അതേപോലെ സാവധാനം ത്യാജ് പോകരുത്. ഇങ്ങനെ നോക്കിയാണ് ഏതോ നോക്കിയത്. 7 വെള്ളത്തിൽ കഴിവണം ഇനി കൈ കൊണ്ടെന്ന്. പണ്ടാരാടെങ്കിൽ കളവ് ഇത് ജമ്മത്തെ കഴിവ് രക്ഷണില്ല. അന്ന് പെട്ടും പോയി. ഇന്ന് ജയിക്കട്ടെ. ഞാൻ എല്ലാടും കൂടെ പതുക്കെ കഴിക്കാ മതി. നേതാവേ, ഈ കളവന്റെ ഈ നിക്കർ കഴിയുന്നതിന് ഈ ശമ്പളത്തിന് ഞാൻ വരുന്നില്ല. വല്ലാത്ത വിധി തന്നെ. എന്റെ വിധിയോ? ഈ ശമ്പളത്തിന് ഇത് മുതലാവുന്നില്ല. എല്ലാ വീടുകളിലും നിക്കർ കഴുകി തരാന്നുള്ള നേരത്തെ ഒന്നും എനിക്കില്ല. ഓ, ഇതെന്തൊരു വേറെ വല്ല ആറ്റിലെല്ലാം കൊണ്ട് താക്കി അടുത്ത ആഴ്ച എടുക്കാം. അപ്പോഴത്തേക്ക് അഴുക്ക് മൊത്തം കളവുമാണ്. നല്ല ഒഴുക്കുള്ള കാലത്തൊന്നും കെട്ടി താക്കി. നീ ഇവിടെ നിന്ന് കളവൻ പലതും പറയും. പെട്ടെന്ന് നമുക്ക് പോവാം. എല്ലിക്കുട്ടിയേ, എല്ലിക്കുട്ടി. എന്തോ അമ്മാവാ? ജോലിയെല്ലാം കഴിഞ്ഞോ? ആ, ഒരു ഇതൊക്കെ കഴിഞ്ഞമ്മ. മക്കളെ, അപ്പൂപ്പന്റെ ബാത്റൂം കഴിയിട്ട് കുറേ ദിവസമായി. അതുകൂടെ ഒന്ന് കഴിയേക്കും മോളെ. ഓ ശരി അമ്മാവ. ഓ, ഈ പണ്ടാരടങ്ങിയ കളവൻ ഇപ്പൊ ബാത്റൂം അല്ല എല്ലാം കഴിയും. ഇന്നതൊക്കെ ജയിച്ചു പോയാലേ പിന്നെ ഈ പഞ്ചായത്ത് കാണത്തില്ല. കഴുക് കഴുക്. നേതാവേ, ഈ കിളവൻ എന്തോ മുടിച്ചാനായിട്ടിരിക്കുന്ന വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. മറിക്കുന്ന സത്യത്തിൽ എനിക്ക് സ്മെല്ല് പറ്റത്തില്ല. ഞാൻ പുറത്തോട്ട് നിൽക്കാം. എനിക്കിനി ഇപ്പൊ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. എനിക്ക് എങ്ങനെയാണ് ജയിക്കണ്ടേ? ജയിച്ചിട്ട് അങ്ങനെ കയറ്റി കൊടുക്കും. നാശം. അമ്മച്ചിയെ നടു ഒടിഞ്ഞ ഇവനൊക്കെ ഒരു പാഠം പഠിപ്പിക്കും. ഞാനൊന്ന് ജയിച്ചോട്ട്. അടപ്പളക്കില്ലെങ്കിൽ ഒരു പാഠം ഞാൻ പഠിപ്പിക്കും. വല്ലത്തിനും വേറിട്ട് പഞ്ചായത്തിലോട്ട് തെളിയിച്ചു. അയ്യോ, നടു ഒടിഞ്ഞ് അരേത പാവാണല്ലോ. അമ്മാവാ, എല്ലാം കഴിഞ്ഞോ? ആ, ഏകദേശം കഴിയാറായി. എന്തായാലും നിങ്ങൾ വന്നത് വലിയ ഉപകാരം. ഇവിടെ പെണ്ണുങ്ങൾ ആരും ഇല്ലാതെ ഞാൻ വിഷമിച്ചിരുന്നതാ. പിന്നെ അമ്മാവാ, നമ്മുടെ പാർട്ടിയിൽ തന്നെ ജയിപ്പിക്കണം. ഇവിടുത്തെ 5 വോട്ടും. അല്ല മോനെ, ഒരു സംശയം ചോദിക്കട്ടെ. മോന് ഇതിന്റെ പുറകെ നടന്ന എന്തോ തരും മോനെ? നല്ല പ്രയോജനമുണ്ടോ? നമ്മുടെ രാജ്യത്തിന്റെ വികസനവും നാടിന്റെ വികസനവും എല്ലാത്തിനും ഒരു കൈത്താങ്ങായി വരുന്നത് ഒരു അഭിമാനമല്ലേ അമ്മാവ? അതുകൊണ്ടാണ് രാജ്യസേവനം. നമ്മുടെ നേതാവിനെ തന്നെ വിജയിപ്പിക്കണേ അമ്മാവ. അമ്മാവാ കാലിഞ്ഞോട്ട് നീട്ടാ. തടവ് തടവ്, നല്ല വേദന. എന്തായാലും തൈലൊക്കെ ഇടണം കേട്ടോ. തൈലുണ്ട്, ഞാൻ തടവിത്ത. എന്റെ വീട്ടിലുള്ള 5 വോട്ടും പല്ലിക്കുട്ടിക്ക് തന്നെ കേട്ടോ. പല്ലിക്കുട്ടിയല്ല അമ്മാവ, ലില്ലിക്കുട്ടി. ലില്ലിക്കുട്ടി മറന്നുപോയി മോളെ. എന്റെ ഒരു സംശയം, ഈ ഇലക്ഷനൊക്കെ നിൽക്കുമ്പോ കണ്ടമാനം പൈസ ചെലവില്ലേ?
ഓ നമ്മൾ ഒരുപാട് പൈസ ചെലവാക്കിയ അമ്മാവ ഇതിലൊക്കെ. അപ്പോഴേ മോളെ ഇത്രയും പൈസയൊക്കെ ചെലവാക്കി നമ്മൾ ഇലക്ഷനിൽ നിന്ന് ജയിച്ചാൽ നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളം കിട്ടും? ഓ നമ്മക്ക് അങ്ങനെ വലിയ ശമ്പളം ഒന്നുമില്ല. പിന്നെ സർക്കാർ ഒരു 6000 7000 രൂപ അങ്ങനെ തരും. പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഒരു രാജ്യസേവനമല്ലേ ആന്നോ മോളെ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ മോളെ ഈ ഇലക്ഷനിൽ നിന്ന് ജയിക്കുന്ന നേതാക്കന്മാരെല്ലാം പെട്ടെന്ന് തന്നെ 2 നില വീട് വെക്കുന്നു, വസ്തുക്കളൊക്കെ വാങ്ങി കിട്ടുന്നു. അതെങ്ങനെ മോളെ, കയ്യത്തുകാരിലാണോ? അല്ല അല്ല. നമ്മുടെ ലില്ലിക്കുട്ടി നേതാവ് ജയിച്ച എന്തൊക്കെ നടക്കും അറിയോ? എന്തൊക്കെ നടക്കും? ആ എയർപോർട്ടിൽ അത് ഞാൻ അന്താരാഷ്ട്ര വിമാനത്താവളം ആക്കും അമ്മാവ. പാവപ്പെട്ടവന് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവർത്തിയില്ല, അപ്പോഴവിടെ അന്താരാഷ്ട്ര വിമാനത്താവളം ഇറങ്ങി പൊച്ചോടി. ഇടങ്ങേറായി പോയി. എന്നാലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോയല്ലേ നേതാവേ. ഈ കിളവന്റെ ബാത്റൂമും കഴിഞ്ഞ് അങ്ങനെ നിക്കർ വരെ കഴിഞ്ഞു, ഒരു പ്രയോജനം ഇല്ലാതായി പോയല്ലോ. ഈ മുതുക്ക് കിളവനും വരം വെച്ച് തുടങ്ങിയല്ല ദൈവം. ഇനി ഒരു ഉടായ്പ നടക്കും, ഇനി ഒരു രക്ഷയില്ല. ഇത്രയും നേരം കടന്ന് ചത്തത് വെറുതെ ആയി. ഇനിയിപ്പോ ഒരു ഉടായ്പിനുള്ള കാലം കൊണ്ട് നടക്കത്തില്ല, ഒരു രക്ഷയുമില്ല. ഈ കിളവ ഇങ്ങനെ കാണിക്കുമെന്ന് കരുതി. കിളവന്മാർക്കും വിവരമായി കഴിഞ്ഞു, കാലമൊക്കെ മാറിയില്ലേ. അല്ലാത്ത വിധിയായിപ്പോയി.